PM ശ്രീയിൽ വിയോജിപ്പ് CPM-നെ അറിയിച്ചെന്ന് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി ആശയവിനിമയം നടത്തി. CPI സംസ്ഥാന കൌൺസിലിനെയാണ് ബിനോയ് വിശ്വം ഇക്കാര്യം അറിയിച്ചത്. PM ശ്രീയിൽ നിലപാടിൽ പിന്നോട്ടില്ലെന്നും ഏകപക്ഷീയമായി CPM-ന് PM ശ്രീ നടപ്പാക്കാനാകില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. വിജിൻ ബായന്തോട് ചേരുന്നു. വിജിൻ, നിലപാടിൽ CPI ഉറച്ചു നിൽക്കുന്നു. CPM-നെ കാര്യം അറിയിച്ചപ്പോൾ എന്താണ് ചർച്ചയായതെന്ന് കൌൺസിലിനെ അറിയിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ നിലപാടിൽ മാറ്റം വരുത്താനുള്ള സമ്മർദ്ദം CPI ചെലുത്തിയിട്ടുണ്ടോ? ധന്യ, എന്തായാലും PM ശ്രീയിൽ ചേരാനുള്ള CPM തീരുമാനത്തിലെ വിയോജിപ്പ് അത് CPM-നെ നേരിട്ട് അറിയിച്ചു എന്നുള്ള കാര്യമാണ് ബിനോയ് വിശ്വം ഇന്ന് നടന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ അറിയിച്ചത്. ഇതിൽ വ്യക്തമാക്കിയത് ഫോണിലൂടെ സംസാരിച്ചപ്പോൾ വിഷയത്തിൽ CPI എടുത്ത നിലപാട് അത് തുടർന്ന് പോകാനുള്ള തീരുമാനമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഒപ്പം തന്നെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും ചേർന്നിരുന്നു. ഈ രണ്ട് യോഗങ്ങളിലും PM ശ്രീയിൽ ചേരുന്നതിലുള്ള വിയോജിപ്പ് ശക്തമായി രേഖപ്പെടുത്താനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അതേ നിലപാടാണ് നിലവിൽ ബിനോയ് വിശ്വം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ അറിയിച്ചത് എന്നാണ് സംസ്ഥാന കൌൺസിലിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കിയത്. PM ശ്രീയിൽ ഏകപക്ഷീയമായി CPM-നെ നടപ്പിലാക്കാൻ കഴിയില്ല, ചേരുന്ന നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യവും ബിനോയ് വിശ്വം സംസ്ഥാന കൌൺസിലിനെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം നടത്തിയ CPI ആര് എന്ന ചോദ്യത്തിൽ ഉള്ള അത്തരം ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായതായി പറയാൻ കഴിയില്ല, MV ഗോവിന്ദന്റെ ഭാഗത്തുനിന്നുണ്ടായതായി പറയാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് ബിനോയ് വിശ്വം കൌൺസിലിനെ അറിയിച്ചത്. ഒപ്പം തന്നെ ഈ കാര്യത്തിലുള്ള ആശയവിനിമയം നടത്തി എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും എതിർപ്പ് തുടരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനം. നാളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടി കൂടുന്നുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്.